ഹലോ, അപ്പോൾ നമ്മളിന്ന് വൈറലായിട്ടുള്ള ബംഗാളി ഡിഷാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ 2 വഴുതന എടുത്ത് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കറക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം കുറച്ച് തൈര് എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലപോലെ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകിയെടുത്ത വഴുതനയിലേക്ക് ചെറുതായിട്ട് മസാല പുരട്ടിയതിന് ശേഷം വറുത്തെടുക്കാം. ഞാനിപ്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് ചേർത്ത് ഇതെല്ലാം ചേർത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് നമ്മൾ മാറ്റി വെച്ച ആ ഒരു തൈരിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വഴുതനങ്ങ എല്ലാ തൈരിലൊന്ന് മുങ്ങി വരുന്നവരെ. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം, ചെറിയുള്ളി, ചുവന്ന മുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.